അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ചില വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന സകല പ്രതിസന്ധിക്കും കാരണം ഒരുവനോടുള്ള ഭയവും അസൂയയുമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു രാജ്യം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ അയൽ രാജ്യവും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം ഭയം മാത്രമാണ്. കപ്പലിൽ യാത്ര ചെയ്യുന്ന 2 വ്യക്തികൾ, ഒരു മുറിയിലായിരുന്നു ഇവരുടെ യാത്ര. അതിൽ ഒരുവൻ കപ്പൽ ജീവനക്കാരനോട് പറഞ്ഞു, എൻ്റെ ഈ പെട്ടി ഒന്ന് സൂക്ഷിക്കാമോ? കൂടെയുള്ള വ്യക്തിയെ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. മറുപടിയായി കപ്പൽ ജീവനക്കാരൻ തൻ്റെ മുറിയിലിരിക്കുന്ന ഒരു പെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇത് താങ്കളുടെ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തി താങ്കൾ വിശ്വാസമില്ലാത്തതിനാൽ എന്നെ ഏൽപ്പിച്ചതാണ്. 2 പേർക്കും തമ്മിൽ ഭയമാണ്. ഭയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ് എന്നതിന് സംശയമില്ല. എന്നാൽ ദൈവഭയമുണ്ടാകുവാൻ ദൈവാത്മാവ് തന്നെ നമ്മെ സഹായിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാനല്ല ഞാനിത് പറയുന്നത്. മീഖാ പ്രവചനം 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനിൽ ആശ്രയിക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വിശ്വസിച്ചാൽ മാത്രമേ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുകയുള്ളൂ. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം വിശ്വസിച്ച് അപകടത്തിൽപ്പെട്ടിട്ടുള്ള വാർത്തകൾ നാം ദിവസേന കേൾക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരെയും വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിനക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരാണെന്ന് അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം വഞ്ചിക്കപ്പെടുകയില്ല എന്ന് തീർച്ചയുണ്ടെങ്കിൽ സഹായിക്കാം. എല്ലാവരെയും സ്നേഹിക്കാം, എന്നാൽ ആരെയും വിശ്വസിക്കരുത്. എന്നാൽ യേശുവിനെ മാത്രം കണ്ണടച്ച് വിശ്വസിക്കാം. അവന് നമ്മുടെ നന്മകളല്ല, നമ്മെയാണ് ആവശ്യം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവിൽ നാം എപ്പോഴും സന്തോഷിക്കണം. നമുക്ക് ദൈവം തരുന്ന നന്മകളിൽ സന്തോഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സന്തോഷം അധിക സമയം നിലനിൽക്കുകയില്ല. കാരണം ദൈവം തരുന്ന നന്മകളിലുള്ള സന്തോഷം ആ നന്മകൾ നഷ്ടമാകുമ്പോൾ നഷ്ടപ്പെടും. എന്നാൽ യഹോവയെങ്കിലെ സന്തോഷം, നന്മ തരുന്ന ദൈവത്തിലുള്ള സന്തോഷം, ഏതെല്ലാം പ്രതിസന്ധി നാം നേരിട്ടാലും എന്തെല്ലാം നമുക്ക് നഷ്ടമായാലും നഷ്ടമാവുകയില്ല. ദാവീദിന് ദൈവം അനവധി നന്മകൾ കൊടുത്തു. ഇസ്രയേൽ രാജാവായി അവനെ ഉയർത്തി. എന്നാൽ ദാവീദ് അതിലൊന്നും കാര്യമായി സന്തോഷിച്ചില്ല എന്ന് 119-ാം സങ്കീർത്തനം 162-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ദാവീദ് ഈ വാക്യത്തിൽ പറയുന്നത്. തന്നെയുമല്ല, 4-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ താൻ പറയുകയാണ്: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ആ പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ മനുഷ്യനെത്ര ക്ഷണികനാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാകൂ. തന്നെയുമല്ല, അപ്പോൾ മാത്രമേ താൻ ഈ ഭൂമിയിൽ തനിക്ക് അവശേഷിക്കുന്ന നാളുകളെ എണ്ണുവാൻ പഠിക്കൂ. നമ്മുടെ ആയുസ്സിന് വെറും 4 വിരൽ നീളമേ ഉള്ളൂ. നിഴൽ പോലെ കഴിഞ്ഞു പോകുന്ന ജീവിതമേ നമുക്കുള്ളൂ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുകയോ വിചാരപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ലോകസുഖങ്ങളിൽ സന്തോഷിക്കാതെ യേശു ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാവിയെ ഓർത്ത് നിരാശപ്പെടേണ്ട എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശു പറഞ്ഞു, വിചാരപ്പെടുന്നതിനാൽ, ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്നതിനാൽ നിങ്ങളുടെ ആയുസ്സിൻ്റെ 1 മണിക്കൂറെങ്കിലും കൂട്ടുവാൻ നിങ്ങൾക്ക് കഴിയുമോ?
മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെയുമല്ല, ഭാവിയെക്കുറിച്ച് നാം നിരാശപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ആയുസ്സിൻ്റെ അനേകം മണിക്കൂറുകൾ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഹൃദയസന്തോഷം നഷ്ടമായി പോകുന്നതും നാം തളർന്ന് മാനസികമായി പ്രതിസന്ധിയിലാകുന്നതും അപ്പോഴാണ്. എന്നാൽ നാം നമ്മുടെ ആയുസ്സിൽ ദൈവം ചെയ്തു തന്ന നന്മകളെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യാമെങ്കിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ ധൈര്യം വർദ്ധിക്കും, പ്രത്യാശ വർദ്ധിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ എന്ന്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 3-ാം വാക്യമാണ് നാം കേട്ടത്. ഒരു സുവിശേഷിക ഒരു ഭവനത്തിൽ സുവിശേഷം അറിയിക്കുവാൻ കടന്നു ചെന്നപ്പോൾ വളരെയധികം മനോവേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ് അവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലായി. ഒരു കുഞ്ഞും അതിൻ്റെ മാതാവ് മാത്രമുള്ള ഒരു വീടായിരുന്നു അത്. വളരെ ദുഃഖത്തോടെ ആ വീട്ടിലെ സഹോദരി ചില കാര്യങ്ങൾ സുവിശേഷകയോട് പങ്കുവെച്ചു. തൻ്റെ ഭർത്താവ് രോഗിയായാണ് മരിച്ചത്. രോഗിയായ ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. തുച്ഛമായ വരുമാനക്കാരിയാണ് താൻ. ആ ശമ്പളത്തിൽ നിന്നും വലിയ ഒരു ശതമാനം മരുന്നിനായി ചിലവഴിക്കണം. കുഞ്ഞിനെ ശുശ്രൂഷിച്ച് ഭവനത്തിൽ ഇട്ട് വീട് പൂട്ടിയാണ് ഓഫീസിലെ ക്ലീനിങ് ജോലിക്ക് താൻ പോകുന്നത്. കൃത്യസമയത്ത് വാഹനം ലഭിക്കാത്തതിനാൽ ഓഫീസിൽ താമസിച്ച് ചെല്ലുന്നു എന്നതുകൊണ്ട് ഓഫീസ് അധികാരികൾ എന്നെ വഴക്കു പറയുന്നു. എന്നെ സഹായിക്കുവാൻ ആരുമില്ലാത്തതിനാൽ എനിക്ക് സുവിശേഷം കേൾക്കേണ്ട. ഇത്രയും കാര്യങ്ങൾ ആ സഹോദരി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. സുവിശേഷക ആ സമയം അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് ആ സഹോദരിയെ തന്നെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. പ്രാർത്ഥനാപൂർവം സുവിശേഷക ആ സഹോദരിയോട് ചോദിച്ചത് ഇപ്രകാരമായിരുന്നു: ദൈവം നിനക്ക് ഏതെങ്കിലും ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ നീ അതൊരു പേപ്പറിൽ കുറിച്ച് വെച്ച് ഇനി ഞാനിവിടെ വരുമ്പോൾ എന്നെ കാണിക്കാമോ? ആ സാധു സഹോദരി അതിനെ സമ്മതിച്ചു. ആ സഹോദരിക്ക് സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷക മടങ്ങിപ്പോയി. അന്ന് ആദ്യമായി രോഗിയായ കുഞ്ഞിൻ്റെ മാതാവ് ഒരു പേപ്പർ എഴുത്തു തുടങ്ങി. താൻ എന്നും താമസിക്കുന്നത് പോലെ അന്നും താമസിച്ചാണ് ബസ്സിൽ കയറിയതെങ്കിലും കയറിയ ഉടനെ ഒരു വ്യക്തി അവൾക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അന്നും താമസിച്ചാണ് ഓഫീസിൽ ചെന്നതെങ്കിലും ബസ്സിൽ സീറ്റ് ലഭിച്ച സന്തോഷം ഇവളുടെ മുഖത്ത് ദർശിക്കുവാൻ കഴിഞ്ഞ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് അവളോട് കരുണ തോന്നിയതിനാൽ കൃത്യമായി അവളോട് ഇടപെട്ടു. അതെല്ലാം അവൾ പേപ്പറിൽ കുറിച്ചു തുടങ്ങി. ഓഫീസ് സമയം കഴിഞ്ഞവൾ വീട്ടിൽ വരുമ്പോൾ മറ്റൊരു പേപ്പർ എടുക്കേണ്ടി വന്നു. കാരണം ആദ്യത്തെ പേപ്പർ മുഴുവൻ ദൈവം അവൾക്ക് ചെയ്ത നന്മകൾ എഴുതി തീർന്നിരുന്നു. ആ സഹോദരിയുടെ യഥാർത്ഥ പ്രശ്നം അവൾക്ക് ദൈവത്തോട് നന്ദിയുള്ള ഒരു ഹൃദയമില്ലായിരുന്നു എന്നതാണ്. പിറുപിറുക്കുന്ന സ്വഭാവത്തിനുടമയായിരുന്നു ആ സഹോദരി. എപ്പോഴും ദൈവത്തെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തി മുഷിഞ്ഞ ഹൃദയമായി മുന്നോട്ട് പോയപ്പോൾ അവൾക്ക് ആരുമായി സ്നേഹത്തോടെ ഇടപെടുവാൻ കഴിയാതെ പോയി. മറ്റുള്ളവരോട് വെറുപ്പുള്ള ഒരു മനോഭാവം ആ സഹോദരിയിൽ ഉടലെടുത്തു. ഇത് മുഖാന്തരം ദൈവസ്നേഹത്തിന് അവളുടെ ഹൃദയത്തിൽ സ്ഥലമില്ലാതെയായി. എന്നാൽ ദൈവം അവൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകളെ തിരിച്ചറിയുവാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിന് വ്യത്യാസം വന്നു. പിരിമുറുക്കം മാറി, മുഖം പ്രസന്നമായി, ഹൃദയത്തിൽ നിന്നും കയ്പ് നീങ്ങിപ്പോയി, ഹൃദയത്തിലെ മുഷിച്ചിൽ മാറി. മുഷിച്ചിലില്ലാത്ത ഹൃദയത്തിൽ സാത്താന് വസിക്കുവാൻ കഴിയാത്തതിനാൽ സാത്താൻ അവളെ വിട്ടു മാറി. അതുകൊണ്ട് അവളുടെ ഹൃദയത്തിൽ ദൈവാത്മാവിനെ വസിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ അവളുടെ ഹൃദയത്തെ കർത്താവായ യേശു ക്രിസ്തുവാണ് നയിക്കുന്നത്. യേശു അവളെ സമാധാനം കൊണ്ട് നിറച്ചു. അവളുടെ പ്രശ്നങ്ങളിൽ യേശു ഇടപെടുവാൻ തുടങ്ങിയപ്പോൾ കുടുംബഭാരം കുറഞ്ഞു. അതെ, യേശു നമ്മുടെ ഭവനത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും രക്ഷകർത്താവായാൽ അവൻ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. പിന്നെ യേശുവാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നടത്തുന്നത്. അവനാണ് നമ്മുടെ യജമാനന്മാരെ നിയന്ത്രിക്കുന്നത്. രാജാവിൻ്റെ ഹൃദയം നീർത്തോട് കണക്ക് യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് യഹോവ തിരിക്കുന്നു എന്ന് സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. കാരണം 40-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വളരെയാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്യം എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: The things you plan for us, no one can recount. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഭാവിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ അനേകമാണ്.
അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഭാവിയെക്കുറിച്ച് ചിന്താകുലമുള്ളവരാകാതിരിപ്പാൻ നിങ്ങളുടെ ആയുസിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്താകുലം ഉള്ളവരായി തീർന്നാൽ നിങ്ങളുടെ ആയുസിൻ്റെ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എന്ന് യേശു ചോദിച്ചിരിക്കുന്നതും 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ സകല ചിന്താകുലവും യേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവിനെന്ന് പത്രോസ് നിർദ്ദേശിച്ചിരിക്കുന്നതും യേശു നമുക്ക് വേണ്ടി കരുതലുള്ളവനാണ്. നാം നമ്മെ അറിയുന്നതിനേക്കാളും നാം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നതിനേക്കാളും യേശു കർത്താവ് നമ്മെയും നമ്മുടെ ആവശ്യങ്ങളെയും അറിയുന്നു. ആകയാൽ നമുക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാം, ഒന്നിനെക്കുറിച്ചും ചിന്താകുലമില്ലാത്തവരായി ജീവിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നമ്മുടെ പ്രാണനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയിക്കാം. നാം അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ആകയാൽ കർത്താവിൽ ആശ്രയിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കുകയാണമേ. ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ വ്യാകുലം മാറ്റിക്കൊടുത്ത് കർത്താവെ അങ്ങ് അവർക്ക് നല്ല ഭാവി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും ചിന്തകളാൽ ഞങ്ങൾ അങ്ങേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.